ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി മൃഗവേഷമണിയുന്ന പതിവ് ആദിമകാലം മുതൽക്കേ മനുഷ്യൻ തുടർന്നു പോന്നിരുന്നു. അവന്റെ ആദി വന്യചോദനയുടെ ബഹിർസ്ഫുരണമാണ് പുലികളി പോലുള്ള ആഘോഷങ്ങളിലൂടെ പ്രകടമാകുന്നത്. ഏറെ ജനകീയമാവുകയും ഒട്ടുമുക്കാലും ഹിന്ദുത്വവൽക്കരിക്കപ്പെടുകയും ചെയ്ത പുലികളിയുടെ ചരിത്രം തുടങ്ങുന്നത് മുസ്ലിം മതാചാരങ്ങളിൽ നിന്നാണ്. മുഹമ്മദ് നബിയുടെ മരുമകനായിട്ടുള്ള അലി, ഹസൻ, ഹുസൻ എന്നിവരുടെ പിതാവാണ്. അലി സ്വർഗത്തിൽ ദൈവത്തിന് പുലിയെപ്പോലെ കാവൽ നിൽക്കുകയും പുലിയെപ്പോലെയുള്ള വീര്യത്തോടുകൂടി ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്തു എന്നൊരു വിശ്വാസവും. അതിലെ അദ്ദേഹത്തിൻ്റെ മകൻ ഹസൻ, ഹുസൻ ഒരാളുടെ കയ്യ് യുദ്ധക്കളത്തിൽ വെച്ച് മുറിഞ്ഞുപോയി. ആ കയ്യ് മുഹറം നാളിൽ പുലിവേഷം കെട്ടിച്ചെന്നാൽ കാണാൻ പറ്റുമെന്ന ഒരു വിശ്വാസത്തിൽ അതെന്നുവെച്ചാൽ കയ്യാണ്, പഞ്ച എടുത്ത് പുലിവേഷം കെട്ടി കളിച്ചാൽ ആ കൈ കാണാൻ പറ്റുന്നൊരു വിശ്വാസമാണ്. കാലക്രമേണ ഇതിൽ നിന്ന് മുസ്ലിം വിഭാഗമെന്നോ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗമെന്നോ ഉള്ള വ്യത്യാസം ഇല്ലാതെ കണ്ട് നാനാജാതി മതസ്ഥരും പ്രായഭേദമന്യേ പുലിക്കളിയുടെ സംഘാടനത്തിലും കളിയിലും കൊട്ടിലും ചമയത്തിലും ഒക്കെ പങ്കുചേരുകയും തൃശ്ശൂരിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഈ പുലിക്കളി വ്യാപിക്കുകയും ചെയ്തു. പുലികളിയുടെ ഒരുക്കങ്ങൾ പലപ്പോഴും തലേന്ന് തന്നെ തുടങ്ങുന്നു. ചായക്കൂട്ടുകൾ അരയ്ക്കുന്നതും ശരീരം ക്ഷൗരം ചെയ്യുന്നതും ഒന്നാം വട്ടം ചായം പൂശുന്നതും അന്ന് രാത്രി തന്നെയാണ്. ഒത്തൊരുമയുടെ പ്രതീകമായ ഇത്തരം കളികൾ ഒരുങ്ങുമ്പോൾ കളിക്കാർക്കും സഹായികൾക്കുമുള്ള ഭക്ഷണവും മറ്റും ഒരുക്കുന്നതും സമീപത്ത് തന്നെയാണ്. പ്രായഭേദമന്യേ എല്ലാവരും ഇതിൽ സഹകരിക്കുകയും ചെയ്യുന്നു.